മുരിങ്ങക്കായ. ഇതിന് കടപിടിക്കണ ഒരു മുരിങ്ങ നമ്മൾ കേരളത്തിൽ ഉണ്ടോയെന്ന് സംശയമാണ്. ഇതിൽ നിറയെ കായ പിടുത്തമാണ്, പൂവുണ്ട്, കണ്ട പൂവുണ്ട്, കായുണ്ട്. ഇതെല്ലാം കൂടി പൊട്ടിച്ചോടെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്രയും വെയിറ്റിലാണ് ഈ സാധനങ്ങൾ വരുന്നത്. 1 മീറ്ററോളൊക്കെയാണ്, 1 മീറ്റർ 1.5 മീറ്റർ വരെ നീളത്തിലാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്. അതൊക്കെ അത്ര മൂത്ത് കഴിഞ്ഞാൽ ഒരു ഉള്ളിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പുകൾ നട്ടിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല. പിന്നെ സീഡ് മുളപ്പിച്ച് ഇതിൻ്റെ തൈകൾ ഇത്രയും ഗുണം കിട്ടുന്നില്ല, പക്ഷെ കായ്ക്കണുണ്ട്, ഇത്രയും ഗുണം കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇത് സാധാ മുരിങ്ങയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇതിന് അർജൻറ്റ് കൂട്ടിയിട്ട് ആർക്കും കാര്യമില്ല, കാരണം തൈകൾ റെഡിയായി വരുന്നേ ഉള്ളൂ. 2-3 മാസം കൊണ്ട് അതിൻ്റെ തൈകൾ റെഡി ആവുള്ളൂ. വലിയ വില ഒന്നും വാങ്ങുന്നില്ല. എന്നാലും ഇത് എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു മുരിങ്ങയാണ്. പിന്നെ ഇവിടെ ലോങ്ങിൻ്റെ കളക്ഷനാണ്. ഒരു 5000-ഓളം തൈകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളത്. അതിൽ 25ഓളം വെറൈറ്റി ലോങ്ങനുകളുണ്ട്. വൈറ്റ് ലോങ്ങനൊക്കെ ഞങ്ങൾ ചെറിയ പ്ലാന്റുകൾ 650 രൂപക്കാണ് കൊടുക്കുന്നത്. വൈറ്റ് ലോങ്ങൻ ഈ ടൈപ്പ് ഇതാ നല്ല തൈകളാണ്. വൈറ്റ് ലോങ്ങൻ 650 രൂപക്ക്. അതേപോലെ തന്നെ 4 സീസൺ 650 രൂപ. അതേപോലെ ഡബിൾ ലോങ്ങൻ 600 രൂപ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഡയമണ്ട് റിവർ 350 രൂപ. എഡോ സ്റ്റാർ 450 രൂപ. ഇതൊക്കെ ഡബിൾ ലോങ്ങനാണ്. ചെറിയ തൈകളുണ്ട്, കണ്ടോ, ഇത്രയും ചെറിയ തൈകൾ തന്നെ കായ പിടിച്ച് നിൽക്കുകയാണ്. നിറയുണ്ട്, അതൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. 4 അടി ഹൈറ്റുള്ള കായോട് കൂടിയുള്ള പ്ലാന്റുകൾ നമ്മളിവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവായ 2100 രൂപയ്ക്ക് 2100 രൂപയ്ക്ക് തൈകൾ ഇവിടെ പ്ലാന്റ് ഇതാ കണ്ടോ, കായോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി അത് മാത്രമല്ല, 150 രൂപ മുതൽ 500, 200, 250, 500, 1000, 1500 വില, 10,000 വിലയുള്ള ജബോട്ടിക്കകളുണ്ട്. ഇതാണ് കൊക്കോണില്ല എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇതേപോലെ തൊലി അടർത്തി ഇങ്ങനെ എടുക്കുക, എല്ലാം മൊത്തമായിട്ട്. ഇത് നമ്മൾ ശരിക്കും ഞൊട്ടാഞ്ഞൊടിയൊക്കെ അല്ലേ, ഗോൾഡൻ ബെറി, അതേ ടേസ്റ്റിലാണ് ഇത് വരിക. ഒരുപാട് തൈകൾ നമുക്ക് ഇവിടെ ഉണ്ടാകും കൊടുക്കാൻ. തൈകള് വിത്താണ് കൂടുതൽ നമുക്ക് കൊടുക്കാം. ഇവിടെ വരുന്ന ആളുകൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം. കഴിച്ചു നോക്കി. അങ്ങനെ ടേസ്റ്റുള്ള ഫ്രൂട്ട്. ഒന്നുകൂടി പഴുക്കാണ്ട് തോന്നുന്നു. ഒത്തിരി പുളിയുണ്ട്, പക്ഷേ നല്ല മധുരം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കഴിച്ചാണ് അത്. ഇവിടെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ടല്ലേ. കൊക്കോണില്ല പറിക്കാൻ പറ്റുമോ? ഇത് പറിക്കാം, പക്ഷെ ഇത് കിട്ടാനാ പണി. നല്ല ടേസ്റ്റാണ്. അതൊന്ന് കഴിച്ചു നോക്കി എടുത്തിട്ട് ഒരു അഭിപ്രായക്കടെ പറയാൻ ഇതിൽ ഉണ്ടാവില്ല. കാരണം ഒരു സീഡോ അല്ലെങ്കിൽ തൊലി കഴിക്കാൻ പറ്റാത്ത പ്രശ്നമോ ഒന്നുമില്ല. അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇത് വലിയതുണ്ടാവും, നെല്ലിക്ക പോലെ വലിയ പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. സീഡില്ല സീഡ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കടിക്കൂല. നമ്മൾ ചില പഴങ്ങൾ കഴിക്കുമ്പോൾ സീഡ് അറിയണില്ലല്ലോ. അതേപോലെ തന്നെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഒരു വീട്ടിൽ എന്തായാലും ധൈര്യമായിട്ട് വെക്കാൻ പറ്റിയ ഒരു ലൂബിയാണ് ഇത്. ലെയർ പ്ലാന്റുകൾ വെച്ച അന്ന് മുതൽ ഇതിന് കായ ഉണ്ടാവും. ഓൾ സീസൺ ആണ്. എൻ്റെ അകം കണ്ട കുരുവില്ലാന്ന് തന്നെ പറയും. 1-2 കുരുവുള്ള ഇതിൻ്റെ അകത്ത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ റഷീദ് കട, മലപ്പുറം റഷീദ് കട റെസിൻ എക്സോട്ടിക്കലാണ്. മലപ്പുറം പെരിങ്ങോട്ടുപുൽ എന്ന് പറയുന്ന സ്ഥലം. ലോങ്ങൻ്റെ ഇത്രയധികം വെറൈറ്റി ഉള്ള ഒരു ഗാർഡൻ സത്യം പറഞ്ഞ് കേരളത്തിലില്ലാന്ന് തോന്നുന്നു. ലോഗൻ അത്രയധികം ലോഗൻസ് ഓൺ ക്രാഫ്റ്റാണ്. ഇവിടെ തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ചെടികളാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. 25-26 വെറൈറ്റീസും കണ്ട് ലോഗൻസ് ഇവിടെ ഉണ്ട്. അതൊക്കെ കാഴ്ച നിൽക്കുന്ന തൈകൾ. ഹോൾസെയിലും ഉണ്ട്, ഇവിടെ റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വാ. ഇത് ഞാവല്, വൈറ്റ് ഞാവല്. പിന്നെ ഇത് അരസാബോയ്. ഓക്കെ, നല്ല പൂവിട്ടതാട്ടത്. സബോയ് കംപ്ലീറ്റ് പൂവോട് കൂടിയിട്ടാണ് ഇവിടെ. റെയിൻ ഫോറസ്റ്റ് പമ്മ്. ഇത് പിന്നെ റൊളീനിയ ഗ്രാഫ്റ്റ് ആണ്. ബഡ് ഇട്ടാ പെട്ടെന്ന് കായ്ക്കും, നല്ല റിസൾട്ട് കിട്ടും. ഇത് റെയിൻ ഫോറസ്റ്റിന് വലിയ തൈകൾ ഇതാ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തൈകളാണ്. മട്ടോവൻ്റെ തൈകളുണ്ട്. മട്ടോവൻ്റെ തൈകൾ 150 മുതൽ മട്ടോവൻ്റെ തൈകളുണ്ട്. മട്ടോവൻ്റെ തൈകൾ 150 രൂപ മുതലുണ്ട്. പിന്നെ അബിയുടെ വലിയ തൈകൾ, ജബോട്ടിക്ക സബാറ കായ്ച്ചതാണിത്. ഇതാ റെയിൻ ഫോറസ്റ്റ് വലിയ പ്ലാന്റുകൾ. ഇതാണ് നിങ്ങളെ ചൈനീസ് വേപ്പ്. നല്ല എൻക്വയറി ഉള്ള സാധനം. നല്ല എൻക്വയറി തന്നെ തികയണില്ല. കൊടുത്തിട്ട് ആളുകൾ ആവശ്യപ്പെട്ടിട്ട് 5 പീസ് 10 പീസൊക്കെ ഓരോരുത്തടുത്ത് പോകണം. നല്ല സ്മെല്ലും ഉണ്ട്, അത്യാവശ്യം നല്ല കാണാനും നല്ല ഓർണമെന്റലായിട്ട് വളർത്താനും പറ്റിയ നല്ലൊരു സാധനമാണ് ഇത്. നമ്മൾ ഇന്ത്യൻ മുസംബി, സാധാ മുസംബികൾ 200 രൂപൻ്റെ വലിയ പ്ലാന്റ്. ഇത് സബാർ, അതൊക്കെ കായ്ച്ച മരങ്ങളാണ്. സബാറിൻ്റെ വലിയ വലിയ മരങ്ങൾ കായ്ച്ചത്. ഇതിലിപ്പോൾ 1-2 സെയിലായിട്ടുണ്ട്. പിന്നെ ആംഡോക്കുമാൻ്റെ വലിയത് പൂവില്ല എന്നുള്ളൂ, പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ച പൂവിട്ടിനെക്കാട്ടി നല്ല തൈകളാണ്. ഇതൊക്കെ നമ്മളൊരു 1800 രൂപക്ക് 1500 രൂപ കൊടുക്കാം. ഇതെന്താ ഇത് പിന്നെ ചെറിയല്ലേ? ഇത് മറ്റേ ഇതില്ലേ വെസ്റ്റ് ഇന്ത്യൻ ചെറി, അതിന്റെ സീറ്റാണ്. അതിൽ തന്നെ സീറ്റ്. ഇത് ബാരാമസി പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും കായ്ച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ ഇത്
നാംഡോക്കുമൈനാണ് ഇത്. അതൊക്കെ പൂവുണ്ട്. നാംഡോക്കുമൈലാണ് ചെറുതിൽ തന്നെ പൂട്ട് വരുന്നുണ്ട്. പിന്നെ ബനാന മാങ്കോൻ്റെ നല്ല തൈകളാണിത്. ബനാന മാങ്കോ വലിയ ക്ലൈൻറ്റുകൾ 550-600 രൂപ റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ നാംഡോക്കുമായി ഉണ്ടല്ലോ ചെറുതൊക്കെ പൂത്തുകൊണ്ട് നിൽക്കുക. നാംഡോക്കുമായൊക്കെ ഇഷ്ടം പോലെ. നാംഡോക്കുമായി എന്നല്ല, അതൊക്കെ പലതുണ്ട്. അൽഫോൺസ പൂത്തിട്ടില്ല. എന്താ ഹിമപ്പസന്തൊക്കെയാണ് ഈ പൂത്തിക്കുന്നത് കേട്ടോ. ഇത് നമ്മളെ മധുരമുള്ളതാണോ? സ്വീറ്റാണ്. അതിൻ്റെ മേലെ കയറ്റി വെച്ചു എന്നാണ്. പിന്നെ മട്ടവൻ്റെ സോഫ്റ്റ് സ്കിൻ മട്ട പറഞ്ഞ മട്ട വേണത്, അതൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഫ്രിയോഗ്രാൻഡ് എന്ന് പറഞ്ഞ സംഭവമാണിത്. പിന്നെ അതേപോലെ നാഗ്പൂർ ഓറഞ്ച്, ഇതൊക്കെ റെയിൻ ഫോറസ്റ്റിൻ്റെ വലിയ വലിയ പ്ലാന്റുകളാട്ടോ. കായ്ച്ചതും പൂത്തും ഒക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ. മാവുകൾ ഏതേ പറയാം, എല്ലാ മാവുകളും വലിയ വലിയ പ്ലാന്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. മൂവാണ്ടരൊക്കെ നിറയെ പൂവുള്ളതുണ്ട് കേട്ടോ അവിടെ. അപ്പുറത്ത് എവിടെ ഉണ്ട്, നമുക്ക് അവിടെ എത്തുമ്പോൾ കാണിക്കാം. ജബോട്ടിക്കാവിൻ്റെ വലിയ പ്ലാന്റുകൾ ഇതാണ്, ചെറുതും വലുതും എല്ലാം ഉണ്ട്. പിന്നെ സ്ട്രോബെറി പേരകൾ, ഇത് പിന്നെ ബ്ലാക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടോ, വലിയ പ്ലാന്റ് ഉണ്ട്. ബ്ലാക്ക് സപ്പോർട്ട, ഓലോസോപ്പൊക്കെ ഉണ്ടോ, വലിയ വലിയ പ്ലാന്റുകളുണ്ട്. പിന്നെ ഇത് ചെമ്പകം വലുത്. പിന്നെ ഇങ്ങനെ വന്നാൽ സോഫ്റ്റ് സ്കിൻ മട്ടോവിൻ്റെ വലിയ പ്ലാന്റാണിത്. പിന്നെ ഇത് നമ്മൾ മുട്ടപ്പഴത്തിൻ്റെ പ്ലാന്റാണ്, ചില ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട്. പുലാസാനൊക്കെ ഉണ്ട്, നല്ല ബുഷ് പ്ലാന്റുകൾ ഉണ്ടോ, വലിയ പ്ലാന്റുകൾ ഇഷ്ടം പോലെ. ഇത് പാൻ ലീഫ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഒരു ഇല കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരു വായക്കൊക്കെ ഒരു നല്ലതാണ്. പിന്നെ ദഹനത്തിനും. ചക്കയുള്ള പ്ലാവ് ഉണ്ടല്ലോ, ചക്കയുള്ള പ്ലാവ് ഉണ്ടല്ലോ ഇവിടെ. വിയറ്റ്നാമാണ്. അതെ. എന്താ നമുക്ക് 750 രൂപ കൊടുക്കട്ടോ ചക്കയോട് കൂടിയിട്ട്. ഇത്ര വലിപ്പമുണ്ട്. പുലാസാൻ ഏത് വലുപ്പത്തിലുണ്ട് കേട്ടോ. പുലാസാൻ വലിയതും പൂട്ടതും എല്ലാം ഉണ്ട് കേട്ടോ. പൂട്ട പ്ലാന്റ് ഉണ്ട് എവിടെ എന്നുള്ളത് നോക്കട്ടെ, ഇവിടെ ഉണ്ടാവും, കാണിക്കാൻ എന്തായാലും. ഈ ചെറിയ ഓറഞ്ച് അത് കൽക്കട്ട ഓറഞ്ചാ. അതൊക്കെ 450 രൂപ വലിയ തൈകളുണ്ട്, വലിയ പ്ലാന്റുകൾ. ഇതൊക്കെ മൂവാണ്ടനാണ് ഈ പൂട്ടത്. മൂവാണ്ട മാവുകളാണ് ഈ പൂട്ടത്. ചെറിയ പ്ലാവ് അത് വിയറ്റ്നാമേറിൽ ചെറുതാണ്. നമ്മൾ ആളുകൾക്ക് വില കുറച്ച് കൊടുക്കും, 80 രൂപക്കാണ് അത് കൊടുക്കുന്നത്. വിയറ്റ്നാമേറിൽ 80 രൂപ. പിന്നെ അബിയുൻ്റെ പിന്നെ മാംഗോസിൻ്റെ തൈകളാണ്. ഓരോ സ്റ്റെപ്പ് ഇട്ട് ചെറുത് 200 രൂപ 150 രൂപ മുതൽ തൈകളുണ്ട്, വലിയ വലിയ ഫ്രൂട്ട്. ഇതാണ് ബക്കുപ്പാരി എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ബറാബേൻ്റെ തന്നെ എല്ലാവരും ബറാബല്ലേ കാണുള്ളൂ. ഇത് ബക്കുപ്പാരി, ഇതിൻ്റെ ഷേപ്പിൽ തന്നെ മാറ്റം. ഇതിൻ്റെ ഷേപ്പ് തന്നെ മാറ്റം ഉണ്ടാവും. ഇത് നിപ്പിൾ ടൈപ്പിലാണ് വരുന്നുണ്ടോ. പിന്നെ മാംഗോസിൻ്റെ തൈകൾ, വലിയ ജാതികൾ, വലിയ ജാതിൻ്റെ കറ ജാതികൾ. പിന്നെ മാംഗോസിൻ്റെ തന്നെ വലിയ വലിയ പ്ലാന്റുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതുണ്ട് റെഡ് ഹൈബ്രിഡൊക്കെ ഉണ്ടോ, വെറുതെ കായ്ച്ചുകൊണ്ട് നിൽക്കണതാ, ഒക്കെ കായ്ച്ചുകൊണ്ട് നിൽക്കുക റെഡ് ഹൈബ്രിഡൊക്കെ. ഇതൊക്കെ ആണെങ്കിൽ എത്ര വില വരുന്നുണ്ട് ചെറിയതായി? ഇതൊക്കെ 2000 രൂപക്ക് കായ്ച്ചു കൊടുക്കണം റെഡ് ഹൈബ്രിഡൊക്കെ. ഇവിടെ കുറച്ച് ഈ ഭാഗത്തില്ലേ? ഉണ്ട്, മാവ് ഇഷ്ടം പോലെയാണ്. മാവ് ഇത് ജബോട്ടിക്കാവുകളുണ്ടോ. ഇത് വെറിഗേറ്റഡ് മുസമ്പി. ഇതൊക്കെ 200 രൂപ കൊടുക്കുന്നുണ്ട് വെറിഗേറ്റഡ് മുസമ്പിയൊക്കെ. ചാമ്പകൾ, ബാലിയുണ്ട്, ദൽഹാരി ഉണ്ട്, ഉമ്മറുണ്ട്. പൂത്തുക്കണ പല മാവുകളുണ്ട്. മാവുകളുടെ ഒരു ഇതിന് എന്താ പറയുക, എത്ര പറയാ അത്രയും മാവുകളാണ്. അതാ കായോട് കൂട്ടിയൊക്കെ നിൽക്കുന്നതാണ്ടോ. എല്ലാ മാവുകളും പൂത്തും കായ്ച്ചുകൊണ്ട് ഇവിടെ കേട്ടോ. ഇതാണ് ബാരി ലവൺ, ഇതൊക്കെ കായ ഇതാണ് പൂവുണ്ടോ. വെറിഗേറ്റഡ് മാവൊക്കെ ഉണ്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കായ്ച്ചിട്ടൊന്ന് റിസൾട്ട് നോക്കിയിട്ട് കാണിക്കുക എന്നുള്ളതിലാണ്. പിന്നെ മഹക്കോട്ടദേവ കായ്ച്ചത് വേണ്ടവർക്ക് നമ്മൾ വലിയ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇതാണോ ഗ്രീൻ കിസ്റ്റൽ എന്ന് പറഞ്ഞാൽ വലിയ ജബോട്ടിക വലുത്. കോട്ടർക്കോണൊക്കെ കായ പിടിച്ചത്. പിന്നെ വലിയ ഇതാട്ടോ കടകൊണ്ടുള്ള അത്യാവശ്യം നല്ല തായ് ജംബോ സപ്പോർട്ട്. 1500 രൂപ കട എത്രയും വലിയത് കൊടുക്കണം. തായ് ജംബോൻ്റെ എത്ര കണ്ടോ കടവണ്ണം കണ്ടോ, അത്രയും വലിയ കടവണ്ണമുള്ളതാണ്. വലിയ സപ്പോർട്ടുകളുണ്ട്, മേമി സപ്പോർട്ടുണ്ട്. പിന്നെ അതൊക്കെ ഓരോ മാവുകൾ പൂത്ത് ഇതിൻ്റെ ഇടക്കൊക്കെ അങ്ങനെ പൂത്തുകൊണ്ട് നിൽക്കാം. നീളത്തിലുള്ളത് കാഴ്ചയുള്ളത് ഇത് ബാരി ലവൻ. അതെ, ഇതാ ഇവിടെ വലിയ കായതാ. ബാരി ലവൻ കൽക്കട്ടടല്ലേ? അതെ അതെ, ശരി. നല്ല നീളം വരുന്ന മാവുണ്ട്. ഇതൊക്കെ ജബോട്ടിക്കാവൊക്കെ കണ്ടോ, അല്ല സോറി ലോങ്ങിനൊക്കെ റൂബി ലോങ്ങിനൊക്കെ കായുള്ളത്.
ഈ ലോങ്ങന് പിന്നെ നമ്മള് വീഡിയോ ചെയ്തല്ലോ, ഇഷ്ടംപോലെ ലോങ്ങൻ ഉണ്ട് എന്റെ കയ്യിൽ. ഇത് ലോങ്ങിന് ഇപ്പൊ കായുള്ളതിനൊക്കെ എന്തുപോലെ ഇത് കായുള്ള ഇപ്പൊ ഇതിപ്പോ സെയിലാക്കി കായുള്ളത് തന്നെ. റൂബി ലോങ്ങനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 1200 രൂപ കായലിന് വരുള്ളൂ. റൂബി ലോങ്ങന് 450 മുതലുള്ള തൈകളുണ്ട്. റൂബി ലോങ്ങൻ ഇതൊക്കെ ലോങ്ങനാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ലോങ്ങനും ജബോട്ടിക്കാപ്പകളും പുലാസാനൊക്കെ വലിയ വലിയ പ്ലാനുകൾ ഇഷ്ടംപോലെ. ഇതൊരു കൊച്ചു ലൂബി. ഇത് ഇതാണോ NR-ന്റെ ആണ് അത്? അത് ലൂബി അല്ലേ? അല്ലല്ല, ഇത് എന്റെ ലൂബി തന്നെ. നിങ്ങൾ വലിയ വലിയ ലൂബി വരുന്നല്ലേ? കുഞ്ഞി തൈ ഉണ്ട് അത് അപ്രോച്ച് ചെയ്താണ്. ഇതാ ഇവിടെ ഇത് ചെക്ക് ചെയ്ത് വെച്ച തൈകളാണ്. ഇതിലൊക്കെ കായതാ. ഇതൊക്കെ സെയിലിനുള്ള തൈകളാ. ഇതിന്റെ താഴെ ഇങ്ങോട്ട് ഇവിടെ ഇതിലൊന്ന് നോക്കി, അതിന്റെ ഏറ്റവും അടിയിൽ വരെ കായ നിൽക്കണ്ടോ? തൊട്ട താഴെ നോക്കി കടയിൽ തന്നെ കായ. ഇത് നിങ്ങൾ തന്നെയാണല്ലേ വലിയ ലൂബിക്ക്? അതിന്റെ സൈസ് കണ്ടില്ലേ? അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ. ഞാനിപ്പോൾ ഇവിടുന്ന് കഴിച്ചാണ്ട് ഒരു കറക്റ്റ് ഒരു പ്ലം കഴിക്കുന്ന മാതിരി അത്രയും ടേസ്റ്റുള്ള സാധനം അത്. ഇതുണ്ടോ, കടയിലാണ് കായ. പുലാസാനൊക്കെ നല്ല നല്ല തൈകളുണ്ട് കേട്ടോ അവിടെ. എത്ര വേണേലും നല്ല ബുഷായിട്ടുള്ള തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. പുലാസാൻ ഇത് പാകിസ്ഥാൻ്റെ നമ്മളാണ്. പിന്നെ ലോങ്ങിന് ഇതാ പിമ്പോങ്, ഫോർച്യൂൺ. ലോങ്ങിന് പിന്നെ ഒന്നും പറയണ്ട, എത്രയുണ്ട്. ഇതൊക്കെ പുലാസാനാണ് ഈ ഭാഗത്തുള്ളതൊക്കെ. ഇവിടെ അല്ലേ പുലാസം നിങ്ങൾ ചെയ്യണതാ? പുലാസം ഉണ്ടാക്കുന്നത് എനിക്കുണ്ട്. മരം കാഴ്ചയുണ്ട് ഇവിടെ. നമ്മൾ ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സെക്ഷനാണ്. ഇവിടെ കാഴ്ച കൊണ്ട് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഒക്കെ പുറത്തിറക്കിക്കൊണ്ട് നിൽക്കണം ഓരോന്ന്. ഇത് മറ്റേ മിൽക്ക് ഫ്രൂട്ട് അല്ലേ? അതെ, മിൽക്ക് ഫ്രൂട്ടൊക്കെ വലിയത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് വലിയ വലിയ പ്ലാന്റുകളാണ്. ഇതിൽ തൈകൾ നമ്മളിവിടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തായാലും സീറ്റിലൊക്കെ കണ്ടോ, ഹോട്ടലിൻ്റെ നിറയെ കാഴ്ച എടുക്കണം ഉണ്ടോ? ഇത്രയധികം സീറ്റ് ലൂബി കാഴ്ച കാണുന്നുണ്ട്. ഇങ്ങോട്ട് വരണം കേട്ടോ. കണ്ടോ, എല്ലായിടത്തും ഒരു മരമൊക്കെ ഉണ്ടാവും. സെയിലുള്ള കേട്ടോ. അതെ, സെയിലുള്ള ഇവിടെയുള്ള എല്ലാ മരം കാഴ്ച ലൂബി. ഇതെല്ലാവരും ചാമ്പൊക്കെ ഉണ്ടോ, വലിയ ചാമ്പുകൾ. അബ്യൂത വലിയ ഓറഞ്ചാണോ? അതെ, ഓറഞ്ചാണ്. മുസംബിയാണത്. അതെ, ഇതെല്ലാവരും ഈ കണക്കാ. അതെ, ഇതെല്ലാവരും വലിയ പ്ലാന്റുകൾ. വലിയ പ്ലാന്റുകൾ ആവശ്യമാണ്. മറ്റേ മൾബറി, ഡ്രാഗൺ മൾബറി. റെയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ തൈകളായിട്ടുണ്ട്. അബിയുത അബിയൊക്കെ അത് ഫ്ലവർ വന്നതാ, നിറയെ ഫ്ലവർ കണ്ടോ. ഉണ്ടോ, വലിയ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ അബിയോ. ആർട്ടിവിറ്റ് വലിയ വലിയ പ്ലാന്റുകൾ. ഇതൊക്കെ 1200 രൂപക്കാണ് ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ. ആർട്ടിവിറ്റ് ഉണ്ട്. എന്താ റെഡ് മാർക്ക് ചെയ്തേക്കണ? അത് ഞങ്ങൾ കൽക്കട്ടന്ന് വരുമ്പോഴേ മാർക്ക് ചെയ്യാം, മാറാണ്ടൊക്കെ വേണ്ടി മാർക്ക് ചെയ്യാനാണ്. ഇതേപോലെ വെറിഗേറ്റഡ് പൈനാപ്പിൾ. ഇതാ പൈനാപ്പിളിൻ്റെ വെറിഗേറ്റഡ്. ഇതാ വാഴ വെറിഗേറ്റഡ്. ഇതിൻ്റെ തൈ ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. ഇത് ഒരുപാട് എൻക്വയറി വരുന്ന സാധനം. അതെ അതെ, വാഴ. ഇത് നമ്മളെ കംബോഡിയൻ മുന്തിരിയാണ്. വെറുതെ ഇവിടെ നിന്ന് പടത്തി നോക്കിയതാണ്. വലിയ നല്ല സംഭവം ഒന്നും ആയിട്ടൊന്നുമില്ല. എന്നാലും ഇവിടെ നിന്ന് വെറുതെ കാണാൻ ഭംഗിയുണ്ട്. കംബോഡിയൻ മുന്തിരി. ഇത് ബബ്ലൂസ്. ഇത് പിന്നെ സുറിനാം ചെറി ബ്ലാക്ക് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇതിലൊക്കെ പൂവും കായൊക്കെ ഉണ്ടായതാണ്. ഇത് ഗ്രാഫ്റ്റിംഗ് ആണ്. നല്ല സീറ്റ് ആണ്. ഗ്രാഫ്റ്റിംഗ് ആണ്. സിൽ ഡാർക്ക് വേറെ, അത് റെഡിലാണ് വരും, അത് ബ്ലാക്കാണ് വരും. ഇത് പിന്നെ കുംകാറ്റ്, ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയണ. ഇത് ലോങ്ങിൻ്റെ വലിയ തൈകൾ ഇതാ ഇഷ്ടം പോലെ. ചെറിയ തൈകൾ ഇതാ. സീഡ് ലൂബി ഇതാ. റെയിൻ ഫോറസ്റ്റ് കാഴ്ച മരങ്ങളാണത്. ബനാന മാങ്കോൻ്റെ വലിയ വലിയ പ്ലാന്റുകൾ ഇതാ. സീറ്റ് ലൂബിയൊക്കെ ഈ ചെറിയ തൈക്കൊക്കെ എന്ത് വില ഉണ്ട്? സീറ്റ് ലൂബിയൊക്കെ 350 രൂപ. ഇതോ ലോങ്ങനോ? ലോങ്ങന് ഇത് 450 രൂപേൻ്റെ. ഇത് എഡോ സ്റ്റാർ എന്ന് പറഞ്ഞ തൈകളാണ്. ഇതിവിടെ ഒരു സെക്ഷൻ കൂടി നമ്മൾ നേരത്തെ കാണിക്കാത്തതാണ്. ഇതൊക്കെ ബുഷ് ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റുകൾ കേട്ടോ. ഇത് പുളിയുള്ള ഓറഞ്ച് അല്ലേ? അതെ, ബുഷ് ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റുകൾ. അതിൻ്റെ സീറ്റ് വരുന്നില്ല ഇല്ല ഇവിടെ? ഉണ്ട്. ഇത് നമ്മളെ ഞാവലാണ്, സാധാ ഞാടൻ ഞാവൽ. ഇതൊക്കെ ഉണ്ട്. അരസബോയിയാണിത് കേട്ടോ. ഫുൾ ഫ്ലവറാണ്, വലിയ മരം, മണ്ണിലാണിത്. ഇതാണ് തായ്വാൻ്റെ അബിയു ഉണ്ടല്ലോ, ഏറ്റവും വലിയ അബിയു തന്നെ. ഇപ്പോൾ പഴമില്ല, അത് തീർന്നു. അപ്പോൾ നമ്മളതിന് ഗ്രാഫ്റ്റിംഗ് അപ്രോച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അലാട്ടച്ചെറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൈകളാണ് ഇത് കൊടുക്കാനുള്ളത്. 50 രൂപ. ഇതിൻ്റെ വേറെ പേര് പറയാലോ, ടെറിങ്കാനോ ചെറി. അതിനൊക്കെ തൈകളല്ലേ 50 രൂപ കൊടുക്കട്ടോ തൈകൾ. അല്ല, കുറഞ്ഞതല്ല, നമ്മളെ ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇപ്പോഴും മാർക്കറ്റിൽ 300 രൂപ തൈനുണ്ട്. ഇത് വെറിഗേറ്റഡ് ബനാനയുടെ തൈകളാണ്. ഇതാണ് മട്ടോയിൽ തന്നെ ഒരു പർപ്പിൾ ജയൻ്റ് എന്ന് പറഞ്ഞ ജയൻ്റ് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. അത് അതായത് പിന്നെ സോഫ്റ്റ് സ്കിന്ന് കഴിഞ്ഞാൽ രണ്ടാമത് കൊടുക്കാൻ പറ്റിയ സംഭവം ഇതാണ്. പിന്നെ സ്ട്രോബെറി പേരകളാണ്. മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ, പിത്തങ്കത്തൂബ എന്നൊക്കെ പറഞ്ഞ അബിയുവിൻ്റെ തൈകൾ ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ് ഇതൊക്കെ. അബിയുവിൻ്റെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ, വലുത് ചെറുതൊക്കെ ഉണ്ട്. ഇത് കാട്ടിമോന് ഇതാ കായുള്ള തൈകൾ.
ആ കാട്ടിമാൻ്റെ വലിയ വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ. ആ ഇതൊക്കെ ജബോട്ടിക്ക. ജബോട്ടിക്കാവിൻ്റെ കാഴ്ച മരങ്ങളാണ് ഇതാ. ഇതാണ്ടോ റെഡ് ഹൈബ്രിഡ് ഒക്കെ ആണിത്. ഫുൾ കായോട് ഇരിക്കണം. ഇതാണ്ടോ ഇതിലൊക്കെ കായുണ്ട് കേട്ടോ. റെഡ് ഹൈബ്രിഡ് എൻ്റെ താഴെ കിടക്ക് കണ്ടില്ല കായ ഉണ്ടല്ലേ. സ്കാർലറ്റിൻ്റെ കായുള്ളത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ 2000 രൂപ കൊടുക്കും കേട്ടോ കാഴ്ചയോട്. ഇതാ ഇവിടെ നമ്മൾ കായുള്ളതാണ് ഇതവിടെ. ജബോട്ടിക്കാവ. ഇതാണ് നൂറാനി എന്ന് പറഞ്ഞ ബേറാപ്പിള്. ബേറാപ്പിള് നൂറാനി. ആ ഇല്ല കാഴ്ച ഇത് പൂവുണ്ട്. ഇതിപ്പോൾ തന്നെ പൂ വരുന്നുണ്ടല്ലോ. ഇതാണ് കുറച്ച് നല്ല പ്ലാൻ ഇതാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് കംബോഡിയൻ ചാക്കാണത് കണ്ടോ. കംബോഡിയൻ ചാക്കിന് നല്ല അഭിപ്രായമാണ് ഇപ്പോൾ. കാരണം വിയറ്റ്നാമിൽ കായ്ക്കണം അതേപോലെ തന്നെ കായ്ക്കും. എത്ര കൊല്ലം പിടിക്കും? വിയറ്റ്നാമിലെ പോലെ തന്നെ 1 വർഷം 1.5 വർഷം കൊണ്ട് സാധനം കായ്ക്കും. പക്ഷേ ചക്ക നല്ല വലിപ്പമുള്ള നല്ല ചക്കയാണ്. കംബോഡിയൻ നല്ല ചക്കയാണ്. പിന്നെ ബനാന മാവുകൾ ഏത് മണി വലിയതുണ്ട്. 800 രൂപ 700 രൂപ ആ റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത്. നാംഡോക്കുമായി വലിയ പ്ലാന്റ് നമ്മളവിടെ കാഴ്ച അതേപോലെ തന്നെ വലിയ പ്ലാന്റുകളാണ്. ഇത് മൊത്തം വലിയ പ്ലാന്റുകളാണ്. ഇവിടെ ബനാന, കോട്ടപ്പറമ്പൻ, സിന്ദൂരം എല്ലാ മാവുകളുണ്ട്. ഒക്കെ പൂവാണ് കേട്ടോ. മുകൾക്ക് നോക്കി എല്ലാ മാവുകളും പൂത്തെടുക്കുക. ഇതിലൊക്കെ മാവുകൾ ഇതൊക്കെ. ആ അതെ ഇതൊക്കെ ഉണ്ടോ. മൂവാണ്ടറാണ് ഈ കാഴ്ച ഉണ്ടോ. ഇതാ കുളമ്പുണ്ട്, പിന്നെ ബനാന ഉണ്ട്, പിന്നെ ഗോർമോദി, കാട്ടിമോന്, പിന്നെ എന്തൊക്കെയുള്ളത് ചൗസുണ്ട്, ഏകദേശം ആർട്ടിവിറ്റു ഒക്കെ ഇതാണ്. ഇതുണ്ടോ ഇതിലങ്ങനെ പോയാൽ ഫുള്ള് വലിയ പ്ലാന്റുകളാണ്. മാവിൻ്റെ ഇഷ്ടംപോലെ വലിയ പ്ലാന്റുകളാണ്. സിന്ദൂരം, കൊച്ചു തൈ ആഴ്ച, അമർപ്പാളി, ആകെ ഒരു 3 അടി ഒക്കെ ഉണ്ടാവും. അതെ ഇതൊക്കെ പിന്നെ കോട്ടർക്കോണാണ്. ഇതൊക്കെ ഒരു 550 രൂപ കൊടുക്കട്ടോ. ഇത്രയും വലിയ പ്ലാന്റ് ഇത്രയും പൂവും കായുള്ളത്. ഇതാ നീലമാങ്ങാണോ. നീലമാങ്ങ ഫുൾ കായോട് കൂടിയിട്ട് വേണ്ട. ആ അതാ നീലൻ. ഇത് നീലനാ കായ്ച്ചിക്കണതാ ഉണ്ടോ. ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇതൊക്കെ ഞങ്ങളൊരു സ്ഥലം വേറെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് അകത്തിണ്ടാക്കിയൊക്കെ വെക്കാൻ കഴിയുള്ളൂ. കാരണം ഒരുപാട് പ്ലാന്റായിട്ടൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടേ എന്താ അതൊക്കെ മാങ്ങ എടുക്കണ്ടോ. ഇത് ലോങ്ങനായിരിക്കണേ. അതൊക്കെ ലോങ്ങനാ. വൈറ്റ്, റൂബി ഉണ്ട്, എല്ലാം ഉണ്ട്. 4 സീസൺ ഉണ്ട്. വൈറ്റ് ലോങ്ങിനൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഓഫറിൽ ഏകദേശം 650 രൂപ കൊടുക്കും. വൈറ്റ് ലോങ് കൊടുക്കുന്നുണ്ട്. 4 സീസൺ 650 രൂപ കൊടുക്കുന്നുണ്ട്. റൂബി 450 രൂപ ഇത് കൊടുക്കുന്നുണ്ട്. 600 രൂപക്ക് വലിയ റൂബി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലോങ്ങിനൊക്കെ എല്ലാം വില കുറച്ചിട്ടുണ്ട്. എല്ലാ വെറൈറ്റീസും. ബട്ടറാണോ? അത് ബട്ടറിൻ്റെ തൈകൾ നമ്മളിവിടെ കായ്ച്ചിട്ട് മരത്തുമ്പോൾ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ തൈകൾ കൊടുക്കാൻ ഒന്നും കൂടി നന്നാവാണ്ട് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. കവറുമാറി വെച്ചിട്ടേ ഉള്ളൂ. റംബുട്ടാനും മാവ് പ്ലാവ് എല്ലാം ഉണ്ട് വലിയത്. ഇത് സബാറിൻ്റെ വലിയ തൈകളാട്ടോ. കണ്ടോ 2000-3000 രൂപേൻ്റെ വലിയ തൈകളാണ്. ഒരു 5 വർഷം 6 വർഷമായ തൈകളാണ്. ഇനിയിപ്പോൾ ഒരു 3 കൊല്ലം കൂടെ. 3 വർഷം കൊണ്ടൊക്കെ കായ്ക്കേണ്ടതാണത്. ഇത് ഐസ്ക്രീം ബീനാണ്. വലിയ പ്ലാന്റുകളാണ്. ഇതിനൊക്കെ 300-400 വിലയുള്ളൂ. ഇതെന്താ ഈ മാവ്? ഏതാ? അത് ബനാന. അതൊക്കെ പൂട്ടാണ്. ലോങ്ങനാ? ലോങ്ങനാ. ഇതൊക്കെ നമ്മൾ പിന്നെ ഇത് ചെയ്താണ് അപ്രോച്ച് ചെയ്താണ്. ഇത് ഡബിൾ ലോങ് ഉണ്ട്. അപ്രോച്ച് ആകുമ്പോൾ നേരെ കമ്പനി ലൈമ് കയറണം. പിന്നെ ഷോഗൺ ഉണ്ട്. ഇതൊക്കെ ആർട്ടിവിറ്റ് അതായത് മിയാസാക്കിൻ്റെ വലിയ പ്ലാന്റുകൾ കേട്ടോ. ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ 1200 രൂപയുള്ളൂ മിയാസാക്കി. ഇതൊക്കെ പിന്നെ ലോങ്ങിൻ്റെ പലതും ഉണ്ട്. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്താണ് ബെഡ് ചെയ്യണത്. ഇതാകണു ലോങ്ങിന് 4 സീസണൊക്കെ അപ്രോച്ച് ചെയ്താണ് കായോട് കൂടിയിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ 1500 രൂപ കൊടുക്കണം കേട്ടോ. ഓക്കെ. പിന്നെ തൈകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുന്ന് വെച്ചാണ്. ഇത് റംബൂട്ടാനത് ഏതാ ഇരിക്കണത്? ഇത് റംബൂട്ടാൻ്റെ എല്ലോ. ഇത് മൾട്ടി ചെയ്ത ലെമണുകളാണ്. ഇതൊക്കെ തൈകൾ കൊടുക്കാനാവണേ ഉള്ളൂ. ഒരു നാരങ്ങ തന്നെ 2-3 വെറൈറ്റി ചെയ്താണ്. പിന്നെ ഇത് പാകിസ്ഥാൻ്റെ ലെമണ്. ഇത് നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണ്. കണ്ടോ നിറയെ കായ്ക്കും ചെയ്യും പൂക്കൊക്കെ ചെയ്ത് പെട്ടെന്നുണ്ടോ. അതൊക്കെ കായ് വന്നോ. ചെറിയ കായകൾ വന്നുണ്ടോ. പാകിസ്ഥാൻ്റെ ലെമണാണ്. നല്ല റിസൾട്ടാണ്. ഇത് വെരിഗേറ്റഡ് ബനാന കായ്ച്ചതാകണോ. ആവണുള്ളൂ. ഇല്ല ഇതാണ് വെരിഗേറ്റഡ് ബനാന. എങ്ങനെ ടേസ്റ്റ് ഉള്ള? ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ മൾട്ടി. ഇത് ഇതില്ലേ പിന്നെ സ്നേക്ക് ഫ്രൂട്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ്. നമ്മൾ പിന്നെ കഴിച്ചിട്ട് അതിൻ്റെ സീഡെടുത്ത് കൊടുക്കുന്നത്. അതിന് മെയിൽ ഫീമെയിൽ പ്രോബ്ലം ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനും ഇത് വരുന്നുണ്ടല്ലേ? വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റ്. ഞങ്ങൾ കഴിച്ചിട്ട് ടേസ്റ്റ് ഉള്ളൊരു പഴമാണ്.
അപ്പോൾ ഇത് ഒക്കെ മൾട്ടി ചെയ്ത ലോങ്ങനുകളാണ്. ഇതൊക്കെ സെയിലിനായി വരുന്നേ ഉള്ളൂ. മൾട്ടി ചെയ്തൊക്കെ ഉണ്ട്, ഏത് വൈറ്റ് റൂബി ഒക്കെ ഒന്നിച്ച് മൾട്ടി ചെയ്തൊക്കെ ഉണ്ട്. അതിലൊരേ കായ പിടിച്ചിട്ടുണ്ട് മൾട്ടി ചെയ്തപ്പോൾ തന്നെ. പിന്നെ ഇതൊക്കെ ബട്ടറിൻ്റെ പുതിയ പുതിയ തൈകളാണ്. മാംഗോസിന് ഇത് വലിയത് വേണമെങ്കിൽ റോളീനി അത് അവിടെ കായ്ച്ചു. ഇതെന്താ ഇത് ഇത് നമ്മളെ ഇതില്ലേ പട്ട, ആ, പട്ടൻ്റെ ഒറിജിനൽ സാധനം ചിലപ്പോൾ കിട്ടണില്ല. എന്നിട്ട് കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പട്ട ഒന്നുകൂടി നന്നാവും. ഇത് 100% ഒറിജിനലാണ്. അത് റൊളീനിയ കായോടുകൂടി. ഇതൊന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കഴിച്ചാണ്. കുഴപ്പമില്ല അവിടെ അല്ലേ? ആ, ഇതിൻ്റെ സീഡല്ലേ? അതെ അതെ അതെ, ആ സീഡുകളാണ് തൈകളുണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങനെ വന്ന ഇത് ഒരു വീടിൻ്റെ സൈഡാണ്. ഇതൊക്കെ നമ്മളെ തൈകളിതാ ഒക്കെ മുളപ്പിച്ചുണ്ടാക്കുകയാണ്. ഇതൊക്കെ അബിയുടെ തൈകളാണ്. ഉണ്ടോ, അബിയു ജപ്പോട്ടിക്കാവുകൾ. റൊളീനിയൻ്റെ ഏറ്റവും നല്ലൊരു വെറൈറ്റി റൊളീനിയാണ് കേട്ടോ. റൊളീനിയിൽ തന്നെ ഏറ്റവും നല്ല വെറൈറ്റി. തൈകളാക്കുമ്പോൾ 100 രൂപ 50 രൂപ ഒക്കെ ഉണ്ടാവുള്ളൂ തൈകൾ. പക്ഷെ എന്തായാലും വാങ്ങി വെക്കാൻ പറ്റുന്ന സൈസ് റൊളീനിയാണിത്. മട്ടോവയാണത്, ഒക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു വർഷത്തിന് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ കായ്ക്കണത്. പിന്നെ ഗ്രീൻ ഇതാണ് ചാമ്പയാണത്. കായ വരുന്നുള്ളൂ, പൂവിട്ടിട്ടുള്ളൂ. പിന്നെ സ്റ്റാർ ഫ്രൂട്ട് കായ്ച്ചിരിക്കുന്നത്, റംബുട്ടാന്. പിന്നെ സ്വീറ്റ് താമറിൻ്റെ ഇല്ലേ മധുരമുള്ള പുളി, അത് കായുണ്ടല്ലോ. ഇതുണ്ടല്ലോ, അത് ഈ പറയണ മധുരം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കൂടുതൽ എണ്ണ പിടിക്കണില്ല, വലിയൊരു പ്രോത്സാഹനം അതിന് കൊടുക്കണില്ല. എണ്ണ കായ്പിടുത്തം വളരെ കുറവ്. ഇത് മൾട്ടി ചെയ്തൊരു മാവുണ്ട്. ഇതിൽ 7 വെറൈറ്റി മാവുണ്ട്. ഇതിലിപ്പോൾ കുറേ പൂത്തുണ്ടാവും. അത് മൊത്തം പൂത്ത് കൊടുക്കാം. ഇവിടെയാണ് നിങ്ങൾ പ്രൈം ജപ്പോട്ടിക്കാവ് ഇരിക്കുന്നത് അല്ലേ? അതെ. ഇത് വെറൈറ്റി ഏതാ? ഇതിവിടെ റെഡ് ഹൈബ്രിഡ് ഉണ്ട്, സ്കാർലറ്റ് ഉണ്ട്. ഇതൊക്കെ പഴയ മരങ്ങളാണ്. ഫുള്ള് മൂടിയിട്ടൊക്കെ ആണല്ലോ. ആ, വലട്ട് മൂടി വെച്ചോ. പൊക്കി കാണട്ടെ. എന്താ പിന്നെ കായ ഉണ്ട് അതിൻ്റെ അടിപൊളി സൈസ് കണ്ടോ? കണ്ടോ എന്താ അതിൻ്റെ സൈസ് കായയുടെ? ഇത് നമ്മൾ ഈ ഗൂഗിളിൽ ചിത്രങ്ങളിൽ കണ്ടല്ലോ ഇതുമാതിരി കാഴ്ച എടുക്കണത്. അതെ, അതുണ്ടോ കായ നോക്കി എന്തോരം. ഇത് കൊടുക്കാനുള്ളത് അയ്യാ? എന്താ കൊടുക്കണേന്? മോഹലായിരിക്കും. ഇത് 10-12 വർഷമായ മരമാണ്. അതെ, ഇതേപോലത്തെ മരം ഒരു 4-5 മരം ഉണ്ട് എൻ്റെ കയ്യിൽ. എന്താ ഇവിടെ അപ്പുറത്തെ സ്കാർലറ്റ് ഉണ്ടാവുന്ന കാണിച്ചു നോക്കുന്ന. രണ്ടും 2 വെറൈറ്റി. എന്താ കിളികൾ കാര്യമായിട്ട് ശല്യം ഉണ്ടെന്നോ? കിളികൾ ശല്യമുണ്ട്. കിളികൾ എനിക്ക് പകുതി അവർ തന്നാൽ മതിയായിരുന്നു. ഇതിലൊന്ന് നോക്കി, കുറേ കിളികൾ ഇന്ന് രാവിലെ കയറിയതാണ്. ഇതിലെങ്ങനെ ഈ ഭാഗത്ത് നിറയെ കായുണ്ട്. ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് വളങ്ങൾ കൊടുക്കുന്നു? ഒന്നും കൊടുത്തിട്ടില്ല. എങ്ങനെ കായ പിടിക്കണം? പലയിടത്തും 1 കായ 2 കായൊക്കെ കണ്ടുള്ളൂ. നോക്കി ഇതിൻ്റെ ഈ വേര് ഭാഗം മുതൽ മൊത്തം കായകളാണ്. പറിക്കാറായത്? പറിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചാണ്. അത് പറിക്കാറായി. ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. ഒരം പറിച്ചത്. ഇത് റെഡ് ഹൈബ്രിഡ്. ഒന്ന് ടേസ്റ്റ് ചെയ്യും. നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇതിനെ എൻ്റെത് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും പറയണ്ട. ഇതൊരു വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട മരമല്ലേ ആണോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതെ, ഇതെന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ കുരു വളരെ ചെറുതാണ്. പിന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. കറക്റ്റ് ഒരു മുന്തിരിയുടെ മാതിരി. അതെ, ഇപ്പൊ ഞാൻ പറയല്ല, ഈ ഒരു മുന്തിരി നമ്മൾ ഫുള്ളായിട്ട് പറിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ പറിക്കാണ്ടാവും. എന്തായാലും ഒരു 2 കിലോ മുന്തിരി ഇത് കിട്ടൂലേ? പിന്നെ ഇതേപോലെ ഒരു 2-3 മരമുണ്ടെങ്കിൽ ഓരോ മാസത്തിനും ഇത്രയും മുന്തിരി. ഏത് മുന്തിരി ഇല്ലാത്ത സമയത്തും ഇതിൽ മുന്തിരി ഉണ്ടാവും. മുന്തിരിക്ക് പകരം ഉപയോഗിക്കാം, ജ്യൂസ് അടിക്കാനും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാ. അപ്പോൾ ഇതൊക്കെ വെറുതെ ആളുകൾ വെറുതെ ഒന്നും അല്ല എന്നുള്ള പറയാണ്. എന്തായാലും ഇതൊന്നും ആരും, കാരണം പണ്ട് പറയായിരുന്നു, കാരണം അത്രയും വില കൊടുത്ത് 3000-4000 കൊടുത്തൊരു ചെറിയ കുഞ്ഞ് തൈ വാങ്ങാന്നൊക്കെ പറയും. ഇപ്പോൾ 100-150 രൂപ നല്ല തൈ കിട്ടുന്നില്ലേ? അപ്പോൾ എല്ലാവരും വെച്ച് പിടിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് അടുത്തൊരു സംഭവം ഞാൻ കാണിക്കാം. സീറ്റ് ലോബി കണ്ടോ? സീറ്റ് ലോബി. ഇത് നമ്മളെല്ലാ വീഡിയോയിലും പറയലുണ്ട്, പല ആളുകൾ ചെയ്യുമ്പോഴും. പക്ഷേ എന്താ പറയണതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സംഭവം. അത്രയും കായാണ്. നമ്മൾക്കൊക്കെ ഒന്ന് നോക്കി, ഏത് സമയത്തും കായാണ് കേട്ടോ. ഇതാണോ, ചെറിയ പൂവുണ്ട്, അതിൻ്റെ വലുതുണ്ട്, പഴുത്തതുണ്ട്, പച്ചയുണ്ട്, മൂത്തതുണ്ട്, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. വീഡിയോയിൽ ചിലപ്പോൾ കാണുമെന്ന് അറിയില്ല. എന്തായാലും നേരിട്ട് കാണുമ്പോൾ എന്തായാലും ആരും
കണ്ടാൽ കൊണ്ടുപോകും ഈ സാധനം തൈകൾ. ഇതുമെന്നാണ് ഇവർ എടുക്കുന്നത് കേട്ടോ, തൈകൾ എടുക്കുന്നത്. അത് NRന്റെ മരത്തെ ചെറിയ സാധനം അല്ലത്, ഇത് വലിയ കായാണ്, പ്ലം ആയിരിക്കും. ഞാൻ നേരത്തെ പറിച്ച് കഴിച്ചവരുടെ അവിടെ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലുള്ളതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് തൈകൾ ഇവിടെ മലപ്പുറം ടൗണിൽ തന്നെയാണ് ഇതുള്ളത്. നമ്മൾ സ്വന്തം പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടായപ്പോൾ അങ്ങനെ കുറച്ച് തൈകൾ വെച്ചു എന്നുള്ളൂ. ഇവിടെ എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട്. ഇവിടെ നല്ല മെച്ചുറായ തൈകളായിട്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് തൈകൾ സെയിൽ ചെയ്യാനുള്ളത്. ഇതാണ്ടോ കാലാപ്പാടികളുടെ പൂവിട്ടത് കണ്ടോ, അതേപോലെ ജബോട്ടിക്കാബിൾ, ഇഷ്ടംപോലെ വെറൈറ്റി ജബോട്ടിക്കാബിൾ. ഇത്രയും കളക്ഷൻ ജബോട്ടിക്കാബിൻ്റെ ഒരു വെറൈറ്റി കേരളത്തിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല. അത്രയും തൈകൾ കാഴ്ച മരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം ഒരു 35ഓളം വെറൈറ്റി ജബോട്ടിക്കാബിൾ ഇവിടെ ഉണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരെ എല്ലാം കായ്ച്ചു. ഒരു 10-12ഓളം വെറൈറ്റികൾ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ അതിനെൻ്റെ ചെറിയ തൈകൾ ഇതൊക്കെ കായുള്ളത് തന്നെ. ഇത് പിന്നെ അക്കുപ്പലിസ്ത എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പിത്താന്ത ബ്രാങ്ക് ഉണ്ട് കായ്ച്ചത്, എസാൽക്ക് ഉണ്ട് കായ്ച്ചത്, ഒരുപാട് വെറൈറ്റീസ് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ചെറിയ പ്ലാന്റുകൾ, ഏകദേശം ചെറിയ പ്ലാന്റുകൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു 3 എത്ര ഉണ്ടാവും, 4 അടി ഉണ്ടാവും അല്ലേ. 4 അടി ഹൈറ്റുള്ള കായോട് കൂടിയുള്ള പ്ലാന്റുകൾ നമ്മളിവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവായ 2100 രൂപയ്ക്ക് 2100 രൂപയ്ക്ക് തൈകൾ ഇവിടെ പ്ലാന്റ് ഇതാ കണ്ടോ കായോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി അത് മാത്രമല്ല 150 രൂപ മുതൽ 500, 200, 250, 500, 1000, 1500 വില, 10,000 വിലയുള്ള ജബോട്ടിക്കാവുകളുണ്ട്. പിന്നെ എസ്കാർലറ്റ് ഉണ്ട്, റെഡ് ഹൈബ്രിഡ് ഉണ്ട്. പിന്നെ അതേപോലെ സബാറകൾ കായ്ച്ചത് 10-15ഓളം മരങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ ഇതാ ഇത്രയും പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. സബാറ കായ്ച്ച അവിടെ, സബാറ കായ്ച്ചതൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ വീട്ടിലെ ഇതിലുണ്ട് സബാറ കായ്. ഇത് എസാൽക്ക്, ഇതാ ഇതൊക്കെ കാഴ്ചതാണ്ട, ഇതൊക്കെ പഴങ്ങൾ കിളികൾ കൊണ്ടുപോവാണ്, കവറിടാനുള്ള പ്രശ്നമാണ്. ഇതാണ് ഇനിയിവിടെ ഒരു എല്ലാം ജബോട്ടിക്കാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഗ്രീൻ കിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ ലീഫിൽ തന്നെ മാറ്റമുണ്ട്. ഇത് കാഴ്ചത് അവിടെ വീട്ടിലുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ലീഫ് തന്നെ മാറ്റമുണ്ട്. ഇത് നമ്മൾ പഴുത്താലും പച്ച കളറാണ് ഇതിനുണ്ടാവുക. പിന്നെ ഇതാ ഒരുപാടുണ്ട് മാവുകൾ വലിയ തൈകളുണ്ട്, എല്ലാം ഇഷ്ടംപോലെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. എല്ലാ വെറൈറ്റീസും വലിയ വലിയ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ ഹൈവേ ഡെലിവറി ആണ് ചെയ്യണവർ. ഹൈവേ ഡെലിവറി ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വണ്ടി തിരുവനന്തപുരം മറ്റ് കാസർഗോഡ് വരെ വണ്ടി സപ്ലൈ ഉണ്ട്. പിന്നെ ഈ മാവ് പൂത്തുക്കണത് അത് പിന്നെ ഇത് എന്താ പറയുക, ഹിമ പസന്ത് നല്ല മാവ്, കായ പിടിച്ചിട്ടുണ്ട്, കായ പിടിച്ച് വരുന്നുണ്ട്. നല്ല മാവല്ലേ, നല്ല മാങ്ങ, വലിയ മാങ്ങയാണ്. ജബോട്ടിക്കാവൾ ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കിടക്കുക കേട്ടോ. ഇതൊക്കെ കായ്ച്ച പ്ലാന്റുകളാണ്, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് മാനില ടെന്നീസ് ബോൾ ചെറിയില്ല? അതെ അതെ, ഇതിലും കായ ഉണ്ടല്ലോ ഇല്ലേ, ഇതിലിടയ്ക്ക് കായ ഉണ്ട്. കിളികൾ കൊണ്ടുപോകണം ഇത് വരുമ്പോൾ, അത് അത്യാവശ്യം മധുരമുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ജബോട്ടിക്കാളെ വലിയ പ്ലാന്റുകൾ ഇഷ്ടംപോലെ കിടക്കുകയാണ്. ഇതാണ് കൊക്കോണില്ല എന്ന് പറഞ്ഞ ഫ്രൂട്ട്. കൊക്കോണില്ല അല്ലേ, ഇത് നല്ല ടേസ്റ്റ് ആണ്. ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഒക്കെ പോലെ കഴിക്കാൻ പറ്റുന്ന പ്ലാൻ. കഴിക്കണത് അവരും പറിച്ചോ. കഴിക്കൽ എന്താ വെച്ചാൽ ഇതാ ഇതേപോലെ തൊലി അടർത്തി ഇങ്ങനെ എടുക്കുക, എല്ലാം മൊത്തമായിട്ട്. ഇത് നമ്മൾ ശരിക്കും ഞൊട്ടാഞ്ഞൊടിയനൊക്കെ അല്ലേ, ഗോൾഡൻ ബെറി, അതേ ടേസ്റ്റിലാണ് ഇത് വരിക. തൈകള് നമുക്ക് ഇവിടെ ഉണ്ടാ കൊടുക്കാൻ, തൈകള് വിത്താണ് കൂടുതൽ നമുക്ക് കൊടുക്കാം. ഇവിടെ വരുന്ന ആളുകൾക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം. കഴിച്ചു നോക്കി, അങ്ങനെ ടേസ്റ്റുള്ള ഫ്രൂട്ട്. ഒന്നുകൂടി പഴുക്കാണ്ട് തോന്നുന്നു. ഒത്തിരി പുളിയുണ്ട്, പക്ഷേ നല്ല മധുരം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കഴിച്ചാണ് അത് ഇവിടെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് അല്ലേ. കൊക്കോണില്ല ഇതൊക്കെ ഗ്രീൻ കിസിൽ കേട്ടോ. ഇത് പഴുക്കുമ്പോൾ പിന്നെ പച്ചമുന്തിരി പോലെ പച്ചയായിട്ട് തന്നെയാണ് പഴുക്കുമ്പോൾ ഉണ്ടാവുക. ഇതാണ് ബ്ലൂ ജബോട്ടിക്കാവ. ഇതിവിടെ കായ്ച്ചിട്ടില്ല, അത് പുളിയാണ്. അതുകൊണ്ട് ഞാൻ വല്ലാതെ അതിന് ആരും ഇത് കൊടുക്കുന്നില്ല. പിന്നെ ഒരുപാടുണ്ട്, അക്കുപ്പലിസ്ത, എസാൽക്ക്, ഗ്രീൻ കിസ്റ്റിൽ, റെഡ് കിസ്റ്റിൽ എന്ന് ഓരോ ഏകദേശം ഒരു 32ഓളം വെറൈറ്റി ജബോട്ടിക്കാവൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഏകദേശം ഒരു 10-12ഓളം വെറൈറ്റി കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മട്ടോവൻ്റെ ജയൻറ്റ് പർപ്പിൾ എന്ന് പറഞ്ഞ മട്ടോവ ഏകദേശം ഒരു 10-15-20ഓളം വെറൈറ്റികളുണ്ട്. അതിൽ ഏറ്റവും വലിയ പഴം കുറച്ച് കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ് സ്കിന്നാണ്. അതിൻ്റെ നേരെ തൊട്ട് താഴെ പറയാൻ പറ്റുന്ന ഒന്നാണ് ജയൻറ്റ് പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മട്ടോവ. ഇത് നന്നായിട്ട് കായ്ച്ചില്ല, നല്ല കായാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലഷും ഉണ്ട്. അതായത് സോഫ്റ്റ് സ്കിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലഷ് ഉള്ളതാണ്. ഇതാണ് റെയിൻബോ എന്ന് പറഞ്ഞത്. ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ ചെറിയൊരു പഴം ഉണ്ടാവും, അതിൻ്റെ ഫ്ലഷ് കുറവാണ്.
പിന്നെ ഇത് സീറ്റ് ലൂവിയാണ്. ആ ഇതാണ് നിങ്ങളെ മാസ്റ്റർ പീസ്. റഷീദ്ക്കാരുടെ വീഡിയോ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് സീറ്റ് ലൂവി. ഇതിവിടെ വന്ന് കഴിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഇത് കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ഇതിൻ്റെ വീഡിയോ തന്നെ പല ആളുകളും എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പല ആളുകളും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓ നല്ല കാര്യമുള്ള പറിക്കാൻ പറ്റുമോ? ഇത് പറിക്കാം, പക്ഷെ ഇത് കിട്ടാനാ പണി. ആ അത് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ആ നമുക്ക് പറിച്ചെടുക്കാം. കിട്ടിയാ നല്ലതാ. ഓ നോട്ട് വില ഒഴിവാക്കണം. നല്ല ടേസ്റ്റാണ്. അതൊന്ന് കഴിച്ചു നോക്കി എടുത്തിട്ട് ഒരു അഭിപ്രായക്കേട് പറയാൻ എന്തെങ്കിലും ഉണ്ടാവില്ല. കാരണം ഒരു സീഡോ അല്ലെങ്കിൽ തൊലി കഴിക്കാൻ പറ്റാത്ത പ്രശ്നമോ ഒന്നുമില്ല. അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവം. ഇത് വലിയതുണ്ടായിരുന്നു, നെല്ലിക്ക പോലെ വലിയ പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. കറക്റ്റ് പ്ലം തന്നെ. പ്ലം ഒരു കൊലയായിട്ട് കിട്ടിയില്ലേ ഫുള്ള്? പ്ലം കഴിക്കുന്നവരിട്ടാ ടേസ്റ്റ് കുരു കുറവാണല്ലോ. സീഡില്ല സീഡ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കടിക്കൂല. നമ്മൾ ചില പഴങ്ങൾ കഴിക്കുമ്പോൾ സീഡ് അറിയണില്ലല്ലോ, അതേപോലെ തന്നെയാണ്. ആ ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണത് ലെയറിങ് ഗ്രാഫ്റ്റ് ചെയ്ത് വേറുണ്ട്. നമ്മൾ ലൂബിൽ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ കൊടുക്കാനുള്ള തൈകളുണ്ടല്ലോ? തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. ശരി. അതായത് ഒരു വീട്ടിൽ എന്തായാലും ധൈര്യമായിട്ട് വെക്കാൻ പറ്റിയ ഒരു ലൂബിയാണ് ഇത്. സീഡ് ലൂബി ഒരുപാടുണ്ടെങ്കിലും എണ്ണാറിൻ്റെ ലൂബിയുണ്ട്, പല ലൂബികളുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു പഴത്തിന് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ട ആളുകൾക്ക് നല്ല റിസൾട്ട്, നല്ല അഭിപ്രായമാണ്. ലെയർ പ്ലാനുകൾ വെച്ച അന്ന് മുതൽ ഇതിമ കായ ഉണ്ടാവും. ഓൾ സീസണാണ്, ഏത് കാലത്ത് ഇതിമ കായ ഉണ്ടാവും. നമുക്ക് വേറെ മരം കൂടെ അതിൻ്റെ വീഡിയോ കൊണ്ട് ഇതിനെ കൂടുതൽ ആഡ് ചെയ്യാം. കണ്ടാ എൻ്റെ അകം കണ്ട കുരു ഇല്ലാന്ന് തന്നെ പറയും. 1-2 കുരുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതാണ് ഉമ്മർ ചാമ്പ എന്ന് പറയുന്ന സംഭവം. ശരി, പഴമാണേ ഉള്ളൂ കേട്ടോ. ഇത് പഴം ആയിട്ടില്ല. ആ ഇതിങ്ങനെ തൈകൾ ഉണ്ടാക്കിയിട്ടേ കമ്പുകളൊക്കെ തീർന്നിക്കണം. പഴം ആവണേ ഉള്ളൂ ഇതൊക്കെ. ഇതുണ്ടോ, ഇതായിട്ടില്ല, പകുതി മൂപ്പും കൂടെ ആയിട്ടില്ല. പക്ഷെ ഇത് ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ ഇതിനെ കടമെടുക്കാൻ വേറൊരു ചാമ്പ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ഈ കവറിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ കവർ ഇടാഞ്ഞാൽ കിളികളും ആവിലൊക്കെ കൊണ്ടുപോവാണ്. നല്ല നീളമാണല്ലേ ഈ ചാമ്പ, റൗണ്ട് ചാമ്പല്ല. ഉമ്മർ ചാമ്പ തന്നെയാണ് ഇപ്പോൾ ശരിക്കും. ആ തൈകൾ ഇഷ്ടം പോലെ വീട്ടിൽ റെഡിയാണ്. ഒരു 100-100ഓളം തൈകൾ ഇപ്പോൾ റെഡിയിലുണ്ട്. ഇത് നമുക്ക് കഴിച്ചതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടൂല. കഴിച്ചു നോക്കി. ആര് പറഞ്ഞു? അത്യാവശ്യം മധുരമുണ്ട്, നല്ല ക്രിസ്പിയാണ് സാധനം. ഇതിന് കടപിടിക്കാൻ ഇന്ന് കേരളത്തിൽ ഒരു ചാമ്പ ഇറങ്ങിയിട്ടില്ല. ഇതിന്റെ തൊട്ട് താഴെയുള്ളൂ ദൽഹരി ചാമ്പ. ദൽഹരിക്കൊന്നും ഇത്ര ടേസ്റ്റ് ഇല്ല. മൂത്ത് കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ സെക്കൻഡ് ദൽഹരി കൊടുക്കാം, തേർഡ് ബാലിച്ചാമ്പ് കൊടുക്കാം. ഇതാണ് മുരിങ്ങ എന്ന് പറഞ്ഞ സംഭവം, മുരിങ്ങക്കായ. ഇതിന് കടപിടിക്കണ ഒരു മുരിങ്ങ നമ്മൾ കേരളത്തിൽ ഉണ്ടോന്ന് സംശയമാണ്. ഇതിൽ നിറയെ കായപിടുത്തമാണ്. പൂവുണ്ട്, കണ്ട പൂവുണ്ട്, കായുണ്ട്. ഇതെല്ലാം കൂടി പൊട്ടിച്ചോടൊന്നും എനിക്കറിയില്ല. എന്തായാലും അത്രയും വെയിറ്റിലാണ് ഈ സാധനങ്ങൾ വരുന്നത്. 1 മീറ്ററോളൊക്കെയാണ്, 1 മീറ്റർ 1.5 മീറ്റർ വരെ നീളത്തിലാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്. ഇതുണ്ടോ, നിറയെ കായ്ച്ച് നിൽക്കുകയാണ്. നല്ല ഈ വണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കായ? ആ വണ്ണമുണ്ട്. അതൊക്കെ അത്ര മൂത്ത് കഴിഞ്ഞാൽ ഒരു ഉള്ളു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെ പറയാം, ഇത് കുലവൃത്തി കായ്ക്കാണ് സംഭവം. ഇതിന് വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പുകൾ നട്ടിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല. പിന്നെ സീഡ് മുളപ്പിച്ച് ഇതിൻ്റെ തൈകൾ ഇത്രയും ഗുണം കിട്ടുന്നില്ല, പക്ഷെ കായ്ക്കണുണ്ട്, ഇത്രയും ഗുണം കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇത് സാധാ മുരിങ്ങയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് അർജൻറ്റ് കൂട്ടിയിട്ട് ആർക്കും കാര്യമില്ല, കാരണം തൈകൾ റെഡിയായി വരുന്നേ ഉള്ളൂ. 2-3 മാസം കൊണ്ട് അതിൻ്റെ തൈകൾ റെഡി ആവുള്ളൂ. വലിയ വില ഒന്നും വാങ്ങുന്നില്ല. എന്നാലും ഇത് എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു മുരിങ്ങയാണ്. അത് ഈ സമയത്ത് മുരിങ്ങക്കായ പിടിച്ചല്ലാതും വരുന്നുള്ളൂ, പക്ഷെ ഇവിടെ ഞങ്ങൾ എത്രയോ പറിച്ചു കഴിഞ്ഞു. തൈകൾ ഇപ്പോൾ അവൈലബിൾ അല്ല, ആരും ചോദിക്കണ്ട, പക്ഷെ അടുത്ത് തന്നെ ആവും എന്തായാലും. ലോങ്ങിന് ഒരുപാടുണ്ടല്ലോ. പിന്നെ ഇവിടെ ലോങ്ങിൻ്റെ കളക്ഷനാണ് ഒരുപാടുണ്ടല്ലേ? ഒരുപാടെന്ന് പറഞ്ഞാൽ പോരാ, ഒരു 5000-ഓളം തൈകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ളത്. അതിൽ 25ഓളം വെറൈറ്റി ലോങ്ങനുകളുണ്ട്. അതിൽ പൂത്തതും കായ്ച്ചതും എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. കായ്ച്ചതൊക്കെ നമുക്കിവിടെ ബാക്കിൽ കാണിക്കാം. എല്ലാ വെറൈറ്റീസും ഉണ്ട്. പിന്നെ വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട്, പിംപോങ് ഉണ്ട്, 4 സീസൺ ഉണ്ട്, ഡബിൾ ലോങ്ങൻ ഉണ്ട്, എഡോ സ്റ്റാർ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ ചൈനീസ് ലോങ്ങൻ ഉണ്ട്, പിങ്ക് ഫ്ലഷ്, അതായത് അകത്ത് ഫ്ലഷ് പിങ്ക് ഉള്ളതുണ്ട്. പിന്നെ എങ്ങനെ 25ഓളം വെറൈറ്റികളുണ്ട്. ഒന്നും പെട്ടെന്ന് കിട്ടും. പിംപോങ്ങിൻ്റെ റൂബി ഉണ്ട്, പിംപോങ് ഉണ്ട്, റൂബി ലോങ്ങൻ ഉണ്ട്, റൂബി ലോങ്ങിൻ്റെ ബ്ലാക്ക് ലീഫ് ഉള്ളതുണ്ട്, ബ്ലാക്ക് റൂബി ഉണ്ട്, പിന്നെ 4 സീസണ് വൈറ്റ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇല്ലാത്ത റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഏകദേശം
വൈറ്റ് ലോങ്ങനൊക്കെ ഞങ്ങൾ ചെറിയ പ്ലാന്റുകൾ 650 രൂപക്കാണ് കൊടുക്കുന്നത്. വൈറ്റ് ലോങ്ങൻ ഏത് ഈ ടൈപ്പ്? അതാ ഇതാ നല്ല തൈകളാ വൈറ്റ് ലോങ് 650 രൂപക്ക്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഫോർസിസിന് 650 രൂപ. അതേപോലെ ഡബിൾ ലോങ്ങൻ 600 രൂപ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഡയമണ്ട് റിവർ 350 രൂപ, എഡോ സ്റ്റാർ 450 രൂപ. അതേപോലെ ഇപ്പോൾ ഒരു ലോങ് ഉണ്ടല്ലോ, ഇപ്പോൾ കാസർഗോഡുള്ള ഒരാൾക്ക് കിട്ടിയതാണ്, അവിടെ മാത്രമേ ഇപ്പോൾ കായ്ച്ചിട്ടുള്ളൂ. ഇപ്പോൾ പല സ്ഥലത്തും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പിന്നെ ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞ ലോങ്, അത് ശരിക്കും അതിൻ്റെ പേര് അതല്ല, അതിൻ്റെ പേര് ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ആ ന്യൂ ക്രിസ്റ്റൽ വെറൈറ്റിൻ്റെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ തൈകൾ റെഡി ആയിട്ടുണ്ട്. ചെറിയ റേറ്റിൽ നമ്മൾ കൊടുക്കും. എന്തായാലും അതിൻ്റെ ഒരു കായൻ്റെ റിസൾട്ട് വരട്ടെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാ കൊച്ചു തൈകൾ, ഇതൊക്കെ ഡബിൾ ലോങ്ങനാണ്. ചെറിയ തൈകളുണ്ട് കണ്ടോ, ഇത്രയും ചെറിയ തൈകൾ തന്നെ കായ പിടിച്ച് നിൽക്കുകയാണ്. നിറയുണ്ട്, അതൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. കായ പിടിച്ച വയറ്റിൽ എന്താ പറയുക, വയറ്റിലൊക്കെ കായ പിടിച്ച ഇഷ്ടംപോലെ ഇല്ലാണ്ടല്ലോ, ഒക്കെ ആളുകൾ എടുത്തിട്ട് പോവാണ്. കായ പിടിച്ച് കണ്ടപ്പോൾ എടുത്തിട്ട് പോവാണ്. പിന്നെ അവിടെ നിർത്താൻ കഴിയുന്നില്ല. കായ ഉള്ളതൊക്കെ നമ്മൾ വീട്ടിലെ ആ ഇതിലുണ്ട്. ഇത് മലപ്പുറത്തുള്ള നമ്മളെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ റെഡിയാണ്. അവിടെ 1-2 സാധനങ്ങൾ കണ്ടല്ലോ. അതുണ്ട്. അത് വെണ്ടേ? ഇത് നമ്മൾ റെഡ് വണ്ടയാണ്. റെഡ് വെണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ ഇത് തായ്ലാൻഡിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകളാണ്. ഇത് അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് വിത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ വിത്തിനല്ല, ഇതൊക്കെ പറിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ കുറേ ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ സീഡുകൾ ചോദിച്ചിരുന്നു. എന്തായാലും ഇതിൻ്റെ സീഡുകൾ നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് റെയിൻബോ ചോളങ്ങൾ പല കളറിലാണ്. പല കളറിലാണ്. ഇതാണ് അതിൻ്റെ കോണതാണോ? കോണതാണ്, പക്ഷെ അതിൻ്റെ അകത്താണ് കളർ ചേഞ്ച് വരിക. അതിൽ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതും കുറേ ആളുകൾ പണ്ടേ എന്നോട് ആവശ്യപ്പെടുന്ന സംഭവമാണ്. ഇതിൻ്റെ സീഡുകളും നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതായിട്ടില്ല, ആയി വരുന്നുള്ളൂ. ഒരു 15 ദിവസം കൊണ്ടാവും റെഡി ആവും, പറിക്കാറാവും. എൻ്റെ ഷോപ്പിൻ്റെ പേര് റെസിൻ എക്സോട്ടിക് ഫ്രൂട്ട്സ് ആൻഡ് ഗാർഡൻ, പെരിങ്ങോട്ടുപുല എന്ന സ്ഥലത്താണുള്ളത്. മലപ്പുറം ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളത്. പക്ഷേ എൻ്റെ വീഡിയോ എൻ്റെ ഇതും കണ്ടിട്ട് ഒരുപാട് ആളുകൾ വേറെ എവിടെയൊക്കെ കയറി പോയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ലൊക്കേഷൻ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് വരിക. പിന്നെ ഇവിടെ വന്നിട്ട് കുറേ ആളുകൾ വന്ന് നിങ്ങളവിടെ വന്നിട്ട് പിന്നെ തൈകൾ ചെറിയ വില അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ വിലക്കെല്ലാം കിട്ടിയ കൂടുതൽ വിലയുള്ള നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പ്ലാന്റുകൾ അവിടെ ഇല്ല. അപ്പോൾ വേറെ ഏതൊക്കെ കടയിൽ പോയിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ റെസിൻ എക്സോട്ടിക് ആണ് ഇതിൻ്റെ പേര്. മലപ്പുറം ടൗണിൽ നിന്ന് കൂട്ടിലങ്ങാനും പാലക്കാട് കോഴിക്കോട് റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ കയറാനുള്ളൂ. മലപ്പുറത്ത് ടൗണിൽ നിന്ന് മൃഗാശുപത്രിൻ്റെ റോട്ടിനാണ് വരാനുള്ളത്. എന്തായാലും വിളിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് ലൊക്കേഷൻ നമ്മളെ വാട്സപ്പിൽ അതിൽ തന്നെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മേലെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലൊക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 8606600060. ഇതിലാണ് വിളിക്കേണ്ടത്. വിളിക്കാൻ ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ട് കോളുകൾ ഒരുപാട് പേരാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിനെ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിന് മറുപടി കിട്ടുന്നതാണ്. ഓക്കെ. പിന്നെ ഇവർക്ക് ഹൈവേ ഡെലിവറി ഉണ്ട്. ഞാൻ പെറ്റ്സിൻ്റെ വണ്ടിയിൽ ഹൈവേയിൽ മൊത്തം ചെറിയ പ്ലാന്റുകളാണ് ഹൈവേയിൽ സപ്ലൈ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോ മാസത്തിൽ 1-2 പ്രാവശ്യമായിട്ട് കാസർഗോഡ്, തിരുവനന്തപുരമൊക്കെ മൊത്തം സപ്ലൈ വലിയ പ്ലാനുകൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊറിയർ തുടങ്ങിയിട്ടില്ല? കൊറിയർ തുടങ്ങിയില്ല, എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, വൈകാതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ.